ചാലിങ്ങൽ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മുടെ റെവീനിയ പ്ലാന്റ് ആണ്. അതിൻ്റെ ഇലകൾ ഒന്നൊന്നര ഭംഗിയാണ്. നമുക്ക് ഇത് 2-3 ചെടിയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് റീപോർട്ട് ചെയ്യുകയാണ്. നമുക്കൊന്ന് കാണാം റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ പ്ലാന്റ് റീപോർട്ട് ചെയ്യാം. റീപോർട്ട് ചെയ്യുന്നതിന് എപ്പോഴും നമ്മൾ ഈ പ്ലാന്റുകളിനെ ഈ അടിവശം തട്ടി കൊടുക്കണം. തട്ടി കൊടുത്തിട്ട് ഇതിന് നല്ല വെയിറ്റാണ്. അത് ഇങ്ങനെ വരും. നമ്മുടെ ഈ പ്ലാന്റ് നമ്മളെപ്പോഴും തട്ടിക്കൊടും വലിച്ചെടുക്കാൻ പാടില്ല. ഇതിന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചെടി വേരൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ എടുക്കാം. നല്ല ബലമായിട്ടുള്ള നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ കൂടെ എന്തോ വേറെ ചെടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു നല്ല വലിയ പോട്ടിലേക്ക് 10 ഇഞ്ചിൻ്റെ പോട്ടിലാണ് നമ്മളിത് വയ്ക്കാൻ പോണത്. കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കല്ല് വെച്ചിട്ട് കുറേ നമുക്കത് ഈ ചട്ടികൾക്ക് വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വേപ്പിൻ്റെ ഇലയും അതിൻ്റെ ഇലകൾ കുറേ അടിയിലിട്ടു നമ്മൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ, വെയിറ്റൊക്കെ ആകുമ്പോഴേ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിത് ഈ വേസ്റ്റൊക്കെ കൊട്ടി, ഇലയൊക്കെ കൊട്ടി, എന്നിട്ട് നമ്മുടെ ഈ പ്ലാന്റ് വെക്കാം. അതിൻ്റെ ഇങ്ങനെ ഈ ഭാഗം കുറച്ച് നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. വലിയ ചട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്ക്. അപ്പോൾ ആയിക്കോട്ടെ, നമുക്കിതിങ്ങനെ അങ്ങോട്ട് വയ്ക്കാം. ഇതാണ് നല്ലൊരു സുന്ദരിയായൊരു പ്ലാന്റാണ്. നമുക്കതിനെ ഒന്നും കേടുവരാണ്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തു. ഇത് എന്താണ് ചാണകപ്പൊടിയും മണ്ണും ഈ നെല്ലിൻ്റെ ഇതില്ലേ തൊലി, അതൊക്കെയാണ് പതിരാണ്. അതൊക്കെ പൊടിക്കാൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിന് നല്ല വേരോട്ടം കിട്ടാനും ഒക്കെ ഒരു വലിയ ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല പ്ലാന്റ് അല്ല, വലിയ ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല വേരോട്ടം വരും. പിന്നെ നമ്മൾ ഇടയിലേക്ക് പൂക്കാനൊക്കെ നല്ല ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. പിന്നെ പൂക്കാനൊക്കെ നമ്മൾ NPK 18 19 ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല പൂ വരും. അപ്പോൾ ഞാനിതിനെ ഒരു പ്ലാന്റിന് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ഇതിപ്പോൾ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മളിത് പുതിയതായിട്ട് തൈകൾ വെച്ച് പിടിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ നോക്കിയിട്ടാണ് കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണ്ടേ. നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് അങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് നമുക്കത് പുതിയ തൈകളാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു 10-12 തൈകൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ അതിനെ മുറിവല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്നൊരു ഫംഗിസൈഡ് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗം എന്തെങ്കിലും കാരണവശാൽ നശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേച്ച് കൊടുത്തു. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ നിങ്ങൾ അടുത്ത വരുന്ന ഏതെങ്കിലും വീഡിയോകളിൽ നമുക്കിത് കാണിച്ചു തരുന്നതായിരിക്കും. അതാ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ പ്ലാന്റുകൾ എപ്പോഴും പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ അതിന് ആയുസ്സും കൂടും, നല്ല പൂക്കളും തരും, നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിൻ്റെ കട്ട് ചെയ്ത തൈകളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും. ഈ ചെടീൻ്റെ വളർച്ചയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.